തുടക്കത്തിലൊരു കമ്പ്യൂട്ടർ വെച്ചിട്ട് തുടങ്ങിയ, പിന്നെ 2000 കുട്ടികൾ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചു പോയി. ഞങ്ങൾ ഫീസ് വളരെ കുറച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തായിരുന്നത്. കേരളത്തിൽ ഭൂരിഭാഗം കുട്ടികളും തോൽവിനുണ്ടാവണം, ഡിഗ്രി മാസ്റ്റർ ഡിഗ്രികളൊക്കെ. മോദി ഗവൺമെൻറ്റിൻ്റെ ഇത് ഒഴിച്ചിട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നിട്ട് UGC അപ്രൂവ്ഡ് പ്രോഗ്രാം ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ തോറ്റ കുട്ടികൾക്കും ഡിസ്കണ്ടിന്യൂ ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി മാറി അപ്ലൈ ചെയ്ത് വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് 3 കൊല്ലത്തെ എക്സാം ഒരുമിച്ച് എഴുതി അവർക്ക് 6 സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടും. ഇപ്പോൾ ജോലിക്ക് പോകാനോ പുറം രാജ്യങ്ങളിലേക്ക് പോകാനോ ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ നില വെച്ചിട്ട് 36 ലക്ഷം അവന് 18 മാസം കൊണ്ട് കിട്ടും. അത് കഴിഞ്ഞാൽ 5000-6000 യൂറോ മീൻസ് 5 ലക്ഷം 6 ലക്ഷത്തിലേക്ക് പ്ലേസ് ആവും, പെർമനൻ്റ് ആവും. ഇപ്പോൾ ഇതായിരിക്കും സ്റ്റൈഫൻഡ് പോലെ സ്റ്റുഡൻസിൻ്റെ പഠിപ്പ്. ഇതൊരു റെവല്യൂഷനാണ്. അതായത് ഇതേവരെ ഇന്ത്യയിൽ ഇങ്ങനത്തെ കോഴ്സ് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും കേൾക്കണത് അബ്രോഡ് സ്റ്റഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമുള്ളൂ. കുട്ടികളെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും പഠിക്കാൻ എന്നുള്ളൊരു വിസയില കുട്ടികളെ വിടാം. അത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയിട്ട് എന്ത് വർക്കും ചെയ്യണം. നമ്മളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ഡിഫറെൻറ്റാണ്. ടേണിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ 40,000-ലധികം വിദ്യാർത്ഥികളെ അവരുടെ ഭാവി സുരക്ഷിതമാക്കിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായിത്തിരിക്കുന്നത്. ടീംസിൻ്റെ സാരഥിയായിട്ടുള്ള ജോയ് പോൾ. ഹൈ സാർ, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. താങ്ക് യു. സാറിൻ്റെ സ്വദേശം എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയിൽ പുല്ലൂർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ സാറ് പഠിച്ചതൊക്കെ? ഇരിഞ്ഞാലക്കുട ഹൈസ് കോളേജിൽ പഠിച്ചു, പിന്നെ ഡിസ്റ്റൻസിൽ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞിട്ട്. ഓക്കെ. മാസ്റ്റർ ഡിഗ്രി ഡിസ്റ്റൻസാണ്. പഠനശേഷം സാർ എന്തൊക്കെയാണ് പിന്നെ ചെയ്തത്? ഗൾഫിൽ പോയി. ഗൾഫിൽ ഗവൺമെൻറ് ജോലിയായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നിട്ട് കോളേജ് തുടങ്ങി. ഇരിഞ്ഞാലക്കുട തുടങ്ങി, പിന്നെ തൃശ്ശൂർ തുടങ്ങി, അങ്ങനെ എറണാകുളത്തും. സാർ ഇപ്പോൾ ടീംസിലേക്ക് എത്താനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു ശരിക്കും? കമ്പ്യൂട്ടർ സെൻ്ററായിട്ടാണ് തുടങ്ങിയത്. പിന്നെ ടെക്നോളജി മാറിയപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങനെ മാറേണ്ട വന്നു കോളേജിലേക്ക്. അതുള്ള പിന്നെ ഒരു ബിസിനസ്, പിന്നെ കുട്ടികൾക്കൊരു സർവീസ് ചെയ്യാന്നുള്ളത് ചെറുപ്പത്തിലൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ തുടങ്ങി. തുടക്കം എങ്ങനെയായിരുന്നു? ഇരിഞ്ഞാലക്കുടയിൽ എവിടെ, എത്ര പേരായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? തുടക്കത്തിലൊരു കമ്പ്യൂട്ടർ വെച്ചിട്ട് തുടങ്ങിയ, പിന്നെ 2000 കുട്ടികൾ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചു പോയി. ഞങ്ങൾ ഫീസ് വളരെ കുറച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തായിരുന്നത്. രാഷ്ട്രീയ കമ്പ്യൂട്ടർ സാക്ഷരത മിഷൻ എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് വെച്ചാൽ തുടങ്ങിയത്. അതിലൊരു 10,000-2000 കുട്ടികൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ തുടങ്ങി. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷം എന്ന് വെച്ചാൽ ഒരു നിസ്സാര കാര്യമല്ല. ശരിക്കും സാറ് 25 വർഷം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? 40,000 കുട്ടികളോളം ഇപ്പം നമ്മുടെ അവിടെ പഠിച്ചു പോയി. ഇപ്പോൾ പഠിച്ചേക്കണ ഒരു 99% ആൾക്കാരും വിജയിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ പെട്ടോടത്തോളം. ഇപ്പം നമ്മുടെ പണ്ടത്തെ സ്റ്റുഡൻസൊക്കെ ഇപ്പോഴും മൊത്തം എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയൊക്കെ പഠിപ്പിക്കലും, പിന്നെ ഗൾഫിൽ ജോലിയും അമേരിക്കയിലൊക്കെയും ജോലിയാണ്. ഞാൻ പിന്നെ ഒരു പുതിയ മോഡൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് വർക്ക് ആൻഡ് സ്റ്റഡി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഫേമും ഒക്കെ അത് വെച്ചിട്ട് വളർന്നു. ഇപ്പോൾ എത്തി നോക്കുമ്പോൾ മനസ്സിന് നല്ല സംതൃപ്തിയാണ്, ഒരു കുഴപ്പമില്ല. എല്ലാ കുട്ടികളും നന്നായിട്ടുണ്ട്. സാറിൻ്റെ ഈ ഒരു 25 വർഷക്കാലത്തിലടക്ക് ഒരു മേജർ ടേണിംഗ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ എടുത്ത് തുടങ്ങിയപ്പോൾ നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ പൈസ കുറച്ച് എല്ലാവർക്കും പഠിക്കുക എന്നുള്ളൊരു അവസരം ഉണ്ടാക്കിയപ്പോൾ ടേൺ ഓവർ കൂട്ടി, സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി. ആദ്യം 8-10 പിള്ളേർ സ്റ്റുഡൻസ് പഠിച്ചു കൊടുത്ത് ഇപ്പോൾ 300-400 ബാച്ച് കുട്ടികൾ വന്നു. അപ്പം അങ്ങനെ കയറി വന്നു. പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങൾക്ക് അഫിലിയേഷൻ കിട്ടി കേരളയിൽ. അങ്ങനെ അത് വെച്ച് വർക്കൗട്ട് ചെയ്ത് പിന്നെ ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ എടുത്ത് ഒരു കൊല്ലം 2000-2500 കുട്ടികളോളം മിനിമം പഠിച്ചായിരുന്നു. അങ്ങനെ കയറി ആ കുട്ടികളെ കൊണ്ട് തന്നെ വർക്കും ചെയ്യിപ്പിക്കും, ജോലിയും കൊടുക്കും. ഇപ്പം എന്തൊക്കെ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? UG PG ആർട്സ് ആൻഡ് സയൻസ് എല്ലാം അതുണ്ടായിരുന്നു. പിന്നെ MBA MCA അങ്ങനെ ഒരു 400-500 കോഴ്സ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അണ്ണാമലയായിരുന്നു. അപ്പം അണ്ണാമലയിലുള്ള കോഴ്സുകൾ എല്ലാവിടെയും ഉണ്ടാവാറില്ല. അവർക്ക് ഒരു 700 കോഴ്സുകളോളം ഉണ്ടായിരുന്നു 2000 തന്നെ. ഇപ്പോൾ നമ്മൾ ശരിക്കും ഓൺലൈൻ കോഴ്സാണോ ഓഫ്ലൈൻ കോഴ്സാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങും ഓൺലൈൻ ലേണിങ്ങായി. അതെവിടെയൊക്കെയാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്? അപ്പോൾ സ്ഥാപനം ഇപ്പോൾ തൃശ്ശൂരും എറണാകുളത്തുണ്ട്. അവിടെ ഓഫീസുകളും കുട്ടികൾ ഞങ്ങൾ ലൈസൻ വർക്കാണ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ പല സ്ഥാപനങ്ങളും ക്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ അവരുടെ ലൈസൻ വർക്ക്, ഓഫീസ് വർക്ക് മുഴുവൻ ഞങ്ങളും,
ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ 10-40 സെൻറ്റർക്കാരാണ്. ഇപ്പോൾ ടീംസിൽ ഇപ്പോൾ എനിക്ക് അട്രാക്റ്റീവായിട്ട് പോകുന്ന ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചവരെ മാത്രമല്ല ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്, തോറ്റവർക്ക് കൂടി അവസരം കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് കേരളത്തിൽ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം കുട്ടികളും തോൽവിയാണ് ഉണ്ടാവണം. ഡിഗ്രി മാസ്റ്റർ ഡിഗ്രികളൊക്കെ മോദി ഗവൺമെൻറ്റിൻ്റെ ഇത് ഒഴിച്ചിട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് UGC അപ്രൂവ്ഡ് പ്രോഗ്രാം ഇറങ്ങി. ഓക്കെ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ തോറ്റ കുട്ടികൾക്കും ഡിസ്കണ്ടിന്യൂ ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി മാറി അപ്ലൈ ചെയ്ത് വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് 3 കൊല്ലത്തെ എക്സാം ഒരുമിച്ച് എഴുതി അവർക്ക് 6 സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടും. ഇപ്പോൾ ജോലിക്ക് പോകാനോ പുറം രാജ്യങ്ങളിലേക്ക് പോകാനോ ഒരു കുഴപ്പമില്ല. അപ്പോൾ സ്റ്റുഡൻസിന് ആദ്യമേ വളരെ പേടിയായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. അതായത് ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കുട്ടി ഫസ്റ്റ് ഇയർ പഠിച്ചു ഡിസ്കണ്ടിന്യൂ ആയി, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിച്ചു ഡിസ്കണ്ടിന്യൂ ആയി, അവന് തേർഡ് ഇയറിലേക്ക് വരാം. അപ്പോൾ അവിടെ പഠിച്ച കോഴ്സിൻ്റെ സബ്ജക്റ്റുകൾ ജയിച്ചതൊഴിച്ച് ബാക്കി ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അവന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിപ്പോൾ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും റെഫർ ടു മാർക്ക് ലിസ്റ്റ് എന്ന് വരും. തോറ്റത് മാത്രം എഴുതാണെങ്കിൽ. എല്ലാതും കൂടി എഴുതാണെങ്കിൽ അങ്ങനെയില്ല. ഈ യൂണിവേഴ്സിറ്റി തന്നെ 6 സെമ്മിൻ്റെ ഡിഗ്രിക്കും മാസ്റ്റർ ഡിഗ്രിക്ക് 4 സെമ്മിൻ്റെയും മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യും, സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യും. സ്റ്റുഡൻറ്റിന് പുറം രാജ്യങ്ങളിലേക്ക് ഇത് ചെയ്യാം. അമേരിക്കയോ ലണ്ടനോ എവിടെ പോവുകയാണെങ്കിലും അറ്റസ്റ്റേഷൻ വെരിഫിക്കേഷൻ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ ഒക്കെയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നമ്മളിപ്പോൾ 40,000-ലധികം പേരെ നമ്മൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. ഇപ്പോൾ സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും പേരെ ചിലപ്പോൾ സാറിന് പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഓർത്തിരിക്കുന്ന കുറച്ച് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഓർമ്മകളോ ഒന്ന് പറയാമോ? ഞങ്ങൾ 2001 അണ്ണാമലയുടെ ഡിഗ്രി ക്ലാസ്സുകൾ തുടങ്ങിയത്. ഞങ്ങൾ തൃശ്ശൂരാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ബാച്ചിന് 6 സ്റ്റുഡൻസ് ഉണ്ടായുള്ളൂ. പിന്നെ ഡിസംബർ ബാച്ച് വന്നപ്പോഴേക്കും അത് 72 സ്റ്റുഡൻസായി. ഓക്കെ ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസുകളൊക്കെ വർക്ക് ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഫേമും തുടങ്ങി. അപ്പോൾ BCA MCA സ്റ്റുഡൻസിന് സോഫ്റ്റ്വെയറിൻ്റെ വർക്ക് കൊടുത്ത് അവരത് ഇംപ്ലിമെൻറ്റേഷൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ വർക്ക് ആൻഡ് സ്റ്റഡി ഇപ്പോഴത്തെ BWOC എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അന്നേ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ വലിയ കമ്പനികൾ ഔഷധി പിന്നെ വലിയ വലിയ പ്രൈവറ്റ് ഫേമുകളുണ്ട് 1000 കോടി ടേൺ ഓവർ, അവിടേക്കൊക്കെ ഞങ്ങൾക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ തൃശ്ശൂർ എറണാകുളം ഒരു 300-600 മെഡിക്കൽ ഷോപ്പുകളിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു വളരെ പൈസ കുറച്ച്. എന്നിട്ട് സ്റ്റുഡൻസിന് വർക്ക് കൊടുത്തു. അപ്പോൾ സ്റ്റുഡൻസ് ഉച്ചതിരിഞ്ഞ് വർക്ക് ചെയ്യാൻ പോകും, കാലത്ത് പഠിക്കാൻ വരും. അപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ ഭാവിതായി അവരൊക്കെ ഇപ്പോൾ നല്ല നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. പിന്നെ അറിയാലോ 1%-2% പിള്ളേർ എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവും. സാർ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പ്രോജക്റ്റുമായിട്ടാണ് സാർ ഇപ്പോൾ അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതെന്താണ്? വർക്ക് ആൻഡ് സ്റ്റഡിയിലാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ വലിയ വലിയ കമ്പനിക്കാർ സോഫ്റ്റ്വെയർ കിട്ടി. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പ്രശ്നം സ്കിൽഡ് സ്റ്റുഡൻസ് ഇല്ല, അല്ലെങ്കിൽ സ്കിൽഡ് സ്റ്റാഫ് ഇല്ല. അതെ അതെ. അപ്പോൾ ആ ഒരു ഇത് കണ്ട് പണ്ടേ തൊട്ട് തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഞാനും ഇപ്പോൾ സ്കിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ, കുറച്ചതുണ്ട് മോദിജിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഫോറിൻ കമ്പനികളുടെ ഓർഡർ കിട്ടും. കുട്ടികളെ നമ്മൾ അപ് സ്കില്ല് ചെയ്തിട്ട് കുട്ടികളെ അങ്ങോട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ ഓർഡർ കിട്ടിയത് ജർമ്മനിയുടെ 10,000 സ്റ്റുഡൻസിന് ഓരോ കൊല്ലം അയക്കണം അപ് സ്കില്ല് ചെയ്തിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു BTech പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ അവന് AI-യിലും റോബോട്ടിക്സിലും മെക്കാട്രോണിക്സ് ഹാർഡ്വെയർ മെക്കാട്രോണിക്സും റോബോട്ടിക്സും സോഫ്റ്റ്വെയർ ആണെങ്കിൽ AI-യും വെച്ചിട്ട് റോബോട്ടിക്സും വെച്ച് ഞങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കും. ദെൻ ക്ലാസ് എടുത്ത് ജർമ്മൻ യൂണിവേഴ്സിറ്റിയുടെ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങോട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ 18 മാസം അവർക്ക് 2,000 യൂറോ വെച്ച് 36,000 യൂറോ അവർക്ക് സാലറി സ്റ്റൈഫൻഡ് പോലെ കിട്ടും. അത് ഇപ്പോഴത്തെ നില വെച്ചിട്ട് 36 ലക്ഷം അവന് 18 മാസം കൊണ്ട് കിട്ടും. അത് കഴിഞ്ഞാൽ 5,000-6,000 യൂറോ മീൻസ് 5 ലക്ഷം 6 ലക്ഷത്തിലേക്ക് പ്ലേസ് ആവും, പെർമനൻ്റ് ആവും. ഇപ്പോൾ ഇതായിരിക്കും സ്റ്റൈഫൻഡ് പോലെ സ്റ്റുഡൻസിൻ്റെ പഠിപ്പ്. ഈ പ്രോജക്റ്റിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ നാനോ മാസ്റ്റർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇത് മൊണോപ്പൊളിയാണ്. സ്കോപ്പ് ഗ്ലോബൽ സ്കിൽ യൂണിവേഴ്സിറ്റിയും ജർമ്മൻ യൂണിവേഴ്സിറ്റിയും കൂടി
18 യൂണിവേഴ്സിറ്റി ജർമ്മനിയിലെ ടൈപ്പ് ആയിട്ടാണ് കോഴ്സുകൾ നടത്തുന്നത്. ഓക്കെ ഓക്കെ. കോഴ്സിനോടൊപ്പം തന്നെ കുട്ടികളെ പ്ലേസ് ചെയ്യും ജർമ്മൻ ഡിഫറെൻറ്റ് കമ്പനികളിൽ. ഒരു 8 കമ്പനികളായിട്ട് ജർമ്മൻ യൂണിവേഴ്സിറ്റി എഗ്രിമെൻ്റ് വെച്ചു. അതിൻ്റെ ഇത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടേക്ക് 10,000 കുട്ടികൾ വീതം ഓരോ കൊല്ലം പ്ലേസ് ചെയ്യണം. ഇത് കേരളത്തിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇന്ത്യയിൽ മൊത്തം നാനോ മാസ്റ്റർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞാനും സ്കോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ടൈപ്പ്. എനിക്ക് മാത്രമേ അത് നടത്താൻ പറ്റുള്ളൂ. ഇനി വേറെ സ്കിൽ യൂണിവേഴ്സിറ്റി വന്നിട്ട് വേറെ കമ്പനിയായിട്ട് അഗ്രിമെൻ്റ് വയ്ക്കാം. ഈ കമ്പനിക്ക് അഗ്രിമെൻ്റ് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ജർമ്മൻ ഭാഷ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ജർമ്മൻ ഭാഷ ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. എൻ്റെ കൂടുതൽ ശ്രദ്ധ സ്റ്റുഡൻസിന് അപ് സ്കില്ല് ചെയ്യുന്നതും അത് വേറെ 350 ഗ്രൂപ്പ് വേറെ ഉണ്ട്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നവർ തന്നെ സംഘടനയുണ്ട്. അവർ പറഞ്ഞാൽ അവർ ഫുള്ള് ഹാൻഡിൽ ചെയ്യാമെന്ന്. ഓൺലൈനിലാണ് ഇപ്പോൾ AI വെച്ചിട്ട് തന്നെ എല്ലാവർക്കും ഇൻ്റർവ്യൂവും അതുപോലെ എക്സാമും ഒക്കെ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്ത് പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുക്കും. പഠിക്കൽ ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റിന് മുന്നേ ഞങ്ങൾ ടെസ്റ്റ് നടത്തും ഓൺലൈനിൽ. അത് പാസ്സായ ഗ്യാരണ്ടിയാണ് അവർ B1 പാസ്സാവും. B1 മിനിമം വേണം. ഇത് ഓഫീസറായിട്ടാണ് നമ്മൾ കൊണ്ടുപോകണത്. അപ്പോൾ നല്ല വൊക്കാബുലറി വേണം. B1 പാസ്സായിരിക്കണം. BTechോ MBAയോ BBAയോ പാസ്സാവണം. ഓഫീസ് പോസ്റ്റിലേക്ക് കൊണ്ടുപോകണം. 18 മാസം കുട്ടികൾ അപ്പ് സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കും. അത് അവിടുത്തെ ജർമ്മൻ യൂണിവേഴ്സിറ്റികൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യും. കേരളത്തിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതൊരു റെവല്യൂഷനാണ്. അതായത് ഇതേവരെ ഇന്ത്യയിൽ ഇങ്ങനത്തെ കോഴ്സ് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും കേൾക്കണത് അബ്രോഡ് സ്റ്റഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമുള്ളൂ. കുട്ടികളെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പഠിക്കാനുള്ളൊരു വിസയില കുട്ടികളെ വിടാം. അത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയിട്ട് എന്ത് വർക്കും ചെയ്യണം. നമ്മളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ഡിഫറെൻറ്റാണ്. ഒരു സ്റ്റുഡൻറ്റ് BTech പാസ്സായി അവന് സ്കില്ലായി. പക്ഷെ അവൻ അപ്പ് സ്കില്ലാണ്. ജർമ്മൻ സ്റ്റാൻഡേർഡും യൂറോപ്യൻ സ്റ്റാൻഡേർഡും കമ്പനിയുടെ സ്റ്റാൻഡേർഡായിട്ട് അവൻ ഉയർത്തണം. അതിന് വേണ്ടിയിട്ട് ജർമ്മൻ യൂണിവേഴ്സിറ്റി 18 മാസത്തെ പ്ലസ് 6 മാസം കേരളത്തിലും കോഴ്സ് നടത്തിയിട്ടാണ് അവനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ക്വാളിറ്റി കീപ്പ് ചെയ്താൽ മാത്രമേ ജർമ്മനിയിലേക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അറിയാലോ. യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ നല്ല ഇതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് BTech കോളേജുകളെയും മാനേജ്മെൻറ്റ് കോളേജുകളെയും സമീപിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല പ്രതികരണമാണ് തന്നത്. കുട്ടികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 90 സ്റ്റുഡൻസിനെയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരേ ബാച്ച് 90 ബാച്ച് വെച്ചിട്ട് ഓരോ മാസം ബൈ വീക്കിലെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകാം. ഇതെങ്ങനെ ഇതിൻ്റെ ഫീസ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഗ്രി പഠിക്കണവർക്കാണ്. അബ്രോഡ് സ്റ്റഡിയിലേക്ക് പിന്നെയും നമ്മൾ പോവാം. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അബ്രോഡ് സ്റ്റഡി അറിയുള്ളൂ. അതായത് ഒരു കുട്ടീനെ ഇവിടുന്ന് പുറത്തേക്ക് വിടണം, അവന് ജോലി അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അബ്രോഡ് സ്റ്റഡി. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അബ്രോഡ് സ്റ്റഡി അല്ല. ഒരു അബ്രോഡ് സ്റ്റഡിക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു മിനിമം 40 ലക്ഷം മിനിമം കൊടുക്കണം. ബ്ലോക്ക്ഡ് മണി, പിന്നെ അവിടുത്തെ ഫീസ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ കുറേ സ്ഥലത്ത് ഫ്രീ ആണ്, ജർമ്മനിയിലൊക്കെ. പക്ഷെ എന്നാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് പ്ലേസ് ആവുമ്പോൾ കുട്ടികൾ ചതിക്കപ്പെടാം. ഇതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡായിട്ട് പൈസ കിട്ടും. 2000 യൂറോ മിനിമം കിട്ടും. അത് കാരണം അങ്ങനത്തെ ഒരു ഇതില്ല. അവർക്ക് ഓഫർ ലെറ്റർ ഇവിടെ സൈൻ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അവർ കൊണ്ടുപോവുള്ളൂ. കമ്പനിക്കാരും വന്ന് ഒന്നും കൂടി ഇൻ്റർവ്യൂ ചെയ്ത് പ്ലേസ് ഇടാം. ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ഭാവി എത്രമാത്രം സുരക്ഷിതമാണ്? 100% ഇത് സുരക്ഷിതമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റുഡൻസ് പ്ലേസ് ആയിട്ടാണ് ഇവിടുന്ന് പോണത്. അത് ജർമ്മൻ കമ്പനിക്കാർ വന്ന് സ്റ്റുഡൻസിന് ഓഫർ ലെറ്റർ കൊടുത്ത് എല്ലാവിധ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് പോകണമെങ്കിൽ അവന് പുറത്തേക്ക് പോകണം, അവനവിടെ ജോലി ചെയ്യുന്നതാണെങ്കിൽ അവൻ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ അവനോട് ഒന്നില്ലെങ്കിൽ ഏജൻസികൾ പറയും ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കാൻ പറയും. അപ്പോൾ ഒരു ഡിപ്ലോമയോ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രി പഠിക്കണമെങ്കിൽ പുതിയ നിയമം വെച്ച് അവിടെ ഒരു കൊല്ലം പൈസ അവിടുത്തെ ജീവിത ചെലവ് അവനെ കൊണ്ട് ഇവിടെ കെട്ടിവെപ്പിക്കും. അപ്പോൾ 10 ലക്ഷം 15 ലക്ഷം അവന് ഫസ്റ്റ് ലോണ്. സെക്കൻഡ് ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആകുമ്പോൾ ഇപ്പോൾ അവിടെ സാച്ചുറേഷനായി. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുപോകുന്ന ഏജൻസി തന്നെ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് അവിടേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു കൊല്ലം 20 ലക്ഷമാവും. അപ്പോൾ 35 ലക്ഷമായി. അത് കഴിഞ്ഞിട്ട് അവന് വേറെ എന്തെങ്കിലും ഇത് ചിലവുകൾ അങ്ങനെ ഇങ്ങനെ വരും. എങ്ങനെ പോയാലും ഒരു 40-45 ലക്ഷം ഒരു കുട്ടിക്ക്
ലോൺ എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഹോസ് ബില്ലിംഗ് എന്ന് പറയും ഇത്. പക്ഷെ അത് ഈ കുട്ടിക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയ കാരണം ജോലി കിട്ടാനില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, വളരെ പൈസ കുറവിന് അവർ ബിഡ് ചെയ്തുകൊണ്ടിരിക്കും. 5000 രൂപയ്ക്ക് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ അമേരിക്കയിൽ $16 ഒരു മണിക്കൂർ ജോലി ചെയ്യാൻ വേണം ഗവൺമെൻറ്. ഇത് അപ്പം പകുതി പൈസയ്ക്ക് വേണമെങ്കിൽ ആരോടും പറയാണ്ട് ബ്ലാക്കിൽ ജോലി ചെയ്യും. പക്ഷേ ജോലിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ടാക്സിൻ്റെ വെട്ടിക്കലായി അങ്ങനെ കുറേ ഇഷ്യൂസ് ആവും. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ അല്ല. ഇവൻ ഇവിടുന്ന് ഡിഗ്രി പാസ്സായി മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ബിടെക്, ഈ കുട്ടീനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവന് ബ്ലോക്കഡ് മണി ഫസ്റ്റ് വേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ അവ ഇവിടുന്ന് പ്ലേസ് ആയിട്ട് പോകണം, ജോലിയോട് കൂടി പോകണം. അപ്പോൾ ആ കമ്പനിക്കാർ ഗ്യാരണ്ടി കൊടുക്കാം. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ടൈമിൽ അവർക്ക് ഫുഡ് ഇവർ കൊടുത്തിരിക്കണം. അപ്പോൾ അവന് ഫുഡിൻ്റെ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഡേ ടൈമിൽ ഫുഡ് വേണ്ട, രാത്രി വർക്കുള്ളവർക്ക് ഡിന്നർ വേണ്ട. അവന് മാക്സിമം ഒരു ടൈമിൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസ് വരുള്ളൂ. പിന്നെ 90% ടൈമിലും ഇവർക്ക് അക്കോമഡേഷൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതായി അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഇതിൽ മിനിമം 2000 യൂറോ കിട്ടുമ്പോൾ നമ്മൾ വഴി പോണവർക്ക് ഇത് ചിലവൊരു പ്രശ്നമല്ല. പിന്നെ ഗ്രൂപ്പായിട്ട് പോകണ കാരണം അവർക്ക് ഗ്രൂപ്പിൽ ഇപ്പോൾ 10 ആൾക്ക് 20 ആൾക്ക് ഒരു റൂം എടുക്കുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്ത് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ള സിംഗിളായിട്ട് പോകണേലും പൈസ വളരെ കുറേ കിട്ടും. കമ്പനിക്ക് തന്നെ അവർക്ക് അവിടെ ഇപ്പോൾ ജർമ്മൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മളുടെ വഴി പോകുമ്പോൾ വളരെ പൈസ കുറവിൽ എക്സ്പെൻസ് വളരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി അവന് ഒരു 1,75,000 6 മാസത്തെ കോഴ്സുകൾക്കും എല്ലാത്തിനും കൂടി വേണ്ടി വരാം. മറ്റുള്ളൊരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അവന് മിനിമം 6 lakh സർവീസ് ക്യാഷ്, പിന്നെ ബാക്കിയുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്ലസ് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ദെൻ വിസ പ്രോസസ്സിങ് ഇപ്പോഴത്തെ നില വെച്ചിട്ട് ഒരു 8,000 രൂപയും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് ഡിപ്പെൻസാണ്. നമുക്കൊരു 3 ബാച്ചായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ചാർട്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും വളരെ പൈസ കുറയും. പിന്നെ ഞങ്ങൾ കോമൺ ആയിട്ട് അവിടെ ഞങ്ങൾ ഫസ്റ്റ് മാസം ഞങ്ങൾ തന്നെ അവിടെ റൂമൊക്കെ കൊടുക്കും. അവന് സാലറി കിട്ടണവരെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഞങ്ങൾ കമ്പനി തന്നെ അവിടെ ഇത് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ മറ്റുള്ളൊരു ഏജൻസിയുടെ കൂടെ പോകുമ്പോൾ അവന് പഠിക്കാൻ പോകണം. ഇപ്പോഴത്തെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെം കഴിഞ്ഞാൽ അത് പാസ്സായാൽ അടുത്ത സെമ്മിന് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇവൻ പഠിക്കാനുള്ള ടെൻഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ 35 ലക്ഷം അവന് ഇവിടുന്ന് ലോൺ എടുത്തിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ്, വീട്ടുകാരുടെ ടെൻഷൻ. അപ്പോൾ അവന് പഠിക്കാൻ പറ്റില്ല. 6 മാസം കൊണ്ട് തോറ്റ അവൻ തിരിച്ചു വരണം. ഒരു 6 മാസം കൂടി അവന് ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ. അതിന് പഠിക്കാനുള്ള ടൈം പോവും. അപ്പോൾ വർക്കിംഗ് ടൈം കുറയും. അപ്പോൾ അവൻ്റെ റെമ്യൂണറേഷൻ കുറയും. നമ്മളെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ വർക്കിനാണ് കൊണ്ടുപോകണം, പിന്നെ ആ സ്കില്ലാണ് നടക്കണം. അപ്പോൾ പഠിപ്പ് എന്നുള്ളത് സെക്കൻഡറിയാണ്. മറ്റുള്ളൊരു ഫസ്റ്റാണ് പഠിപ്പ്. ജോബ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. ഇത്ര ടൈം അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവൻ ചെയ്യുന്നത് ബ്ലാക്കിലാണ്. നമ്മളെ സംബന്ധിച്ച് 10% കറക്റ്റായിട്ട് ലീഗലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു പുതിയ മോഡൽ ഇറക്കിയിരിക്കണത്. അപ്പം കുട്ടികൾ ജോലിക്ക് പോകണോ ഇന്ന വിസയിൽ പോകുമോ, പഠിക്കാൻ പോകണോ ഇന്ന വിസയിൽ പോവുക. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ മോഡൽ പഠിപ്പുകൾ അങ്ങനെ. ഇപ്പോൾ ജോലിക്കാർക്ക് പഠിക്കാൻ പറ്റും. WILP എന്ന് പറയും, വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. ഇന്ത്യയിൽ അതിപ്പോൾ പ്ലേസായി. അതുപോലെ സ്റ്റുഡൻസിന് അവർക്ക് വേറെ മോഡൽ, ജോലിക്കാർക്ക് വേറെ മോഡൽ, അങ്ങനെ ഡിസേബിലിറ്റി ഉള്ളവർക്ക് വേറെ മോഡൽ. അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് പഠിക്കാൻ പോണ കുട്ടികൾക്ക് പഠിക്കാനും ജോലിക്ക് പോണ കുട്ടികൾക്ക് ജോലിക്ക് അങ്ങനത്തെ സെക്ഷനായി. സാർ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ടീംസിൻ്റെ അതുപോലെ സാറിൻ്റെയും ഭാവി പദ്ധതികൾ? ഇപ്പം ഞങ്ങളൊരു കൊല്ലം ഏകദേശം 10,000 സ്റ്റുഡൻസിനെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ അവിടുത്തെ ബേസിക് വർക്ക് ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റുഡൻസ് വളരുന്ന പോലെ തന്നെ ഞങ്ങൾക്കും ഒരു വളർച്ചയുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ടീംസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അതിൽ ടീംസ് കോളേജ് ഉണ്ട്, ടീംസ് ജർമ്മൻ എഡ്യൂക്കേഷൻ, ടീംസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് സ്റ്റഡി ഉണ്ട്, അവിടെയും വർക്ക് ചെയ്യാൻ വെച്ചാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാം സ്റ്റുഡൻസിന്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫിലും ഇവിടെയൊക്കെയും മാൻ പവർ സപ്ലൈ എന്ന് പറയും. അപ്പോൾ അത് സ്കിൽ വർക്കല്ല, അൺസ്കിൽഡാണ്.
സ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്. അതെ. അത് ഇതിന് വേണ്ടിയിട്ടാണ്, സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്കിൽ ഇന്ത്യ എന്ന് പറയും, അവർ ഡിപ്ലോമകൾ കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്യുന്നത് സ്കില്ല് യൂണിവേഴ്സിറ്റി വഴി ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി ആക്കണം. അപ്പോൾ അൺസ്കിൽഡോ സ്കിൽഡ് ആയിരിക്കില്ല, ഓഫീസ് ടൈപ്പ് ആയിരിക്കും സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് എന്തായാലും വളർച്ചയുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത്ര ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ കമ്പനിക്കും വളർച്ചയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു പ്രൊജക്റ്റും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അതാണ് ഞങ്ങൾ ഫാം ടൂറിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ 14 കൊല്ലമായി ഞാൻ സ്ഥലമൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. അവിടെ സാമ്പിളിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്, സ്പൈസസ് ചെയ്യുന്നുണ്ട്, ഏലം, കുരുമുളക്, അങ്ങനത്തെ സ്പൈസസ് എല്ലാം അതുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു 30 ഏക്കറിൽ ഫ്രൂട്ട്സ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി സ്ലോവിൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്കിൽ പ്രോഗ്രാം പ്ലസ് ഫുഡ് പ്ലസ് ടൂറിസം, അങ്ങനെ 3 എണ്ണത്തിലേക്കും കൂടി നമ്മുടെ കമ്പനി വളരണം. അപ്പോൾ ഈ പ്രോജക്റ്റ് എവിടെ വരുന്നത്? ഇടുക്കിയിൽ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 14 കൊല്ലം മുന്നേ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത പ്രൊജക്റ്റായ ഫുഡ് ഇൻഡസ്ട്രിയും ഫാം ടൂറിസത്തിലും ഇപ്പം വലിയൊരു പ്രൊജക്റ്റാണ്. 100-300 കോടി മിനിമം അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ സമാനമായ ചിന്താഗതിയുള്ള ആൾക്കാർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ആട് വളർത്തൽ അല്ലെങ്കിൽ പശു വളർത്തൽ, പാലിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ഇവർക്ക് ബൈ പ്രോഡക്റ്റുകൾ കുറേ വേണമല്ലോ. അപ്പം അങ്ങനത്തെ സമാന ചിന്താഗതി, അല്ലെങ്കിൽ മൈക്രോബയോളജി പഠിച്ചിട്ട് അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ട് ജോലി ഇല്ലാത്തവർക്ക് അവരുടെ കഴിവിനെ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല ഇപ്പോൾ കുറേ ആൾക്കാരിൽ പൈസ ഉണ്ട്, അവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 40,000 അല്ല, ഇനി 1,00,000-ലധികം ആൾക്കാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാറിനും ടീംസിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സർ.